ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളിന്ന് വന്നിരിക്കുന്ന മസ്റ്റ് ഡേറ്റ് ദി പ്ലേ ബോയ് എപ്പിസോഡ് നമ്പർ 16 ആയിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചിട്ടുള്ളത് സെയിനും അതേപോലെ തന്നെ ജഗനും കൂടി നിന്ന് സംസാരിക്കുകയാണ്. ജഗൻ ചോദിക്കുന്നുണ്ട്, നീ കൗശിനോടുള്ള ഇഷ്ടം എപ്പോഴാണ് പറയാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ജെയിൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയും, ഇപ്പോഴല്ല, അതിനുള്ള സമയം ആവട്ടെ എന്ന് പറയുന്ന സമയത്ത് ജെയിൻ പറയുന്നുണ്ട്, എന്നാൽ ശരി, നീ പറയാനൊന്നും പോകണില്ല, ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ജെയിൻ പറയുന്നുണ്ട്, അതൊന്നുമില്ല, എന്തായാലും കൗശിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ മാത്യുവിന് ഇട്ട വലയിൽ അവൻ വീണിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ജഗൻ ചോദിക്കുന്നുണ്ട്, മാത്യു ആയിട്ട് നീ എന്താ ചെയ്യുകയെന്ന് ചോദിക്കുന്ന സമയത്താണ് കാണിക്കുന്നത് മാത്യുവും കൗശിയും തമ്മിൽ ബ്രേക്കപ്പായി. അഫ്കോഴ്സ് നമ്മുടെ സെയിൻ ആയിരിക്കുമല്ലോ അതിന് കാരണം. അങ്ങനെ ബ്രേക്കപ്പ് ആയ സമയത്ത് സെയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് നല്ല വിഷമമുണ്ട് കൗശി, എന്നാലും അതിനേക്കാൾ ഉപരി എനിക്ക് നല്ല സന്തോഷമുണ്ട്, നിനക്ക് എന്നെപ്പോലെ നല്ലൊരു ചെക്കനെ കിട്ടും എന്ന് പറഞ്ഞിട്ട് സെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയാതെ കൗശിനെ പോയി സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ അവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് കൗശി ഭയങ്കര മൂഡ് ഓഫ് ആണ്. അപ്പം നിതിൻ പറയുന്നുണ്ട്, സാരില്ല, നിനക്ക് അവനേക്കാളും നല്ലൊരു ചെക്കനെ കിട്ടും, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കില്ല, എത്ര നാളെന്ന് വെച്ചിരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സെയിനും പറയുന്നുണ്ട്, നിനക്ക് നല്ല ചെക്കനെ കിട്ടും എന്ന് പറഞ്ഞ് സെയിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും സെയിൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കൗശിയുടെ പിന്നാലെയാണ്. അങ്ങനെ നടക്കുന്ന സമയത്താണ് സെയിൻ്റെ ആ നെയിം പ്ലേറ്റ് താഴെ വീഴുന്നതും അത് നമ്മുടെ ജഗൻ എടുക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുള്ളത്. അവരെല്ലാവരും കൂടി എൻജോയ് ചെയ്യുന്നതാണ്. നിതിനും സെയിനും റിവറും ജഗനൊക്കെ കൂടി പൂളിലൊക്കെ കിടന്ന് കളിക്കുന്നതൊക്കെയാണ്. അവർ നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജഗൻ പറയുന്നുണ്ട്, ഭയങ്കര ബോറടിയാണ്, നമുക്കൊരു കാര്യം ചെയ്താലോ, ഡ്രിങ്ക്സ് അടിച്ചാലോ എന്ന് ചോദിക്കുന്ന സമയത്തേക്കും നിതിൻ പറയുന്നുണ്ട്, ഞാനില്ല, നിങ്ങൾക്കാണെങ്കിൽ ഇതൊക്കെ ശീലമായിരിക്കും, ഞാൻ പോകണമെന്ന് പറയുന്ന സമയത്ത് ജഗൻ പറയുന്നുണ്ട്, ഫസ്റ്റ് ടൈം അല്ലേ, നീ കൂടി വായോ എന്ന് പറയുന്ന സമയത്ത് നിതിൻ പറയുന്നത് ഞാനില്ല എന്നും പറഞ്ഞിട്ട് നിതിൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയത്ത് നിതിൻ കൗശിനെ വിളിക്കുന്നുണ്ട്, കൗശിനി വരുന്നുണ്ട് എൻ്റെ കൂടെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ഞാനില്ല എന്ന് സെയിനെ നോക്കിയിട്ട് കൗശി പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ഡ്രിങ്ക്സ് അടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് കുടിക്കുന്ന സമയത്തേക്കും നമ്മൾ റിവർ ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് ടൈം അല്ലേ, സോ ആരാണ് ഫസ്റ്റിനെ കുറിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ജഗൻ പറയുന്നുണ്ട്, കൗശി ട്രൈ ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും കൗശി പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക വേണ്ട, ഞാൻ ആദ്യമൊന്നും ട്രൈ ചെയ്യില്ല എന്ന് പറയുമ്പോൾ സെയിൻ പറയുന്നുണ്ട്, അവൾ പാവട, ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണ് ആദ്യം കുടിക്കുന്നത്. കുറച്ചിങ്ങനെ മണത്തൊക്കെ നോക്കി അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ കുടിച്ചിട്ട് ഭയങ്കരമായിട്ട് അവൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ കുടിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് റിവർ പറയുന്നുണ്ട്, തുടരെ നീ പഠിച്ചോളും, ശീലമായിക്കോളും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അതൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കുടിച്ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് എല്ലാത്തിൻ്റെയും ബോധം ഏകദേശം കെട്ടിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാവരും ആടി കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെയിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ആ സമയത്ത് സെയിന് പറയുന്നുണ്ട്, ശരി എന്നാൽ ഞാനൊരു കോൾ വരുന്നുണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് സെയിനാണെങ്കിൽ എഴുന്നേറ്റ് പോകുന്നുണ്ട്. സെയിൻ പുറത്തെത്തുമ്പോൾ അവിടെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെങ്കൊച്ച് വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് സെയിൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ, നീ എന്തിപ്പോൾ വന്നെങ്കിൽ നേരത്തെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ എത്ര വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, നീ എനിക്ക് റിപ്ലൈ തരാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്, എനിക്ക് ഇന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നീ പറഞ്ഞ പോലെ മാത്യുവിൻ്റെ അടുത്ത് പോയിട്ട് അവന് ഇഷ്ടമുള്ള പോലെ അഭിനയിച്ചത്, അത് നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ അതെല്ലാം സീരിയസ് ആക്കി എടുത്തേക്കാണ്. എനിക്ക് വേണ്ടിയിട്ട് അവൻ കൗശീനെ ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞു, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്, നീ കാരണമാണ്, നീ തന്നെ പറയുന്ന സമയത്തേക്കും കൗശി ഇറങ്ങി വരുന്നുണ്ട്. കൗശി ചോദിക്കുന്നുണ്ട്, സെയിൻ എന്താ ഇത്, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിനൊന്നും പറയുന്നില്ല, നീയാണ് എൻ്റെ ബ്രേക്കപ്പിന് കാരണം എന്ന് പറഞ്ഞിട്ട് സെയിനെ കൗശി അടിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ നല്ല രീതിയിൽ വഴക്കാവുന്നുണ്ട്. സെയിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നൊന്നും പറയുമ്പോൾ പോലും കൗശി അത് കേൾക്കുന്നൊന്നുമില്ല. കൗശി അവിടെ കിടന്ന് കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സ്കൂളിലേക്കുള്ള സീനാണ് കാണിക്കുന്നത്. നിതിനാണെന്നുണ്ടെങ്കിൽ കൗശിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. കൗശി എന്താ പ്രശ്നം, എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റില്ല നിതിൻ, നിനക്കൊന്നില്ലെങ്കിൽ സെയിൻ അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരെയും കൂടി നിനക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും കൂടെ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. സെയിൻ പറയുന്നുണ്ട്, അതിനുശേഷമാണ് ഞാൻ നല്ല പൊട്ട കുട്ടിയായതും അതേപോലെ തന്നെ ഞാനൊരു പ്ലേ ബോയ് ആയതും. ആ ഒരു കാര്യത്തിന് ശേഷം പിന്നെ നിതിനും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ജഗനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് ആരോടും പറയാതെ US പോയത്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ ഞാൻ കൗശീൻ്റെ എല്ലാ ബോയ് ഫ്രണ്ട്സിൻ്റെയും പിന്നാലെ നടക്കലായിരുന്നു എൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് സെയിൻ ഇങ്ങനെ ഇതെല്ലാം ആലോചിച്ച് എടുക്കുന്നുണ്ട്. പക്ഷെ താര ഡിഫറെൻ്റാണ്, താരയാണ് എനിക്കിപ്പോൾ ശരിക്കുള്ള സ്നേഹം എന്താണെന്ന് കാണിച്ചതെന്ന് പറഞ്ഞ് സെയിൻ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും കൗശി വരുന്നുണ്ട്. കൗശി വന്നിട്ട് ചോദിക്കുന്നത്, നീ എന്താ കാണിച്ചത്, ഇപ്പോൾ 2 ആഴ്ചയായി നിങ്ങൾ മിണ്ടിയിട്ട്, എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിനൊന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് കൗശി പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും മൂവ് ഓൺ ആയി എന്ന് പറയുന്ന സമയത്ത് ബാക്കി എല്ലാവരുമോ, അതെന്താ അങ്ങനെ ചോദിക്കുമ്പോൾ കൗശി പറയുന്നുണ്ട്, ഞാൻ കേട്ടത് നിതിനും
താരയും തമ്മിൽ സെറ്റായി എന്നാണ്, എനിക്കറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും സെയിനാണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ താരയാണെന്നുണ്ടെങ്കിൽ ലോക്കർ തുറക്കുന്ന സമയത്ത് സെയിനെ കാണുന്ന സമയത്തേക്കും സെയിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര വിഷമമാകുന്നുണ്ട്. ഞാൻ മാത്രം എന്തിങ്ങനെ നടക്കണേ, അവൻ എന്തായാലും മൂവ് ഓൺ ആയല്ലോ, സോ ഇനിയും നമുക്ക് മൂവ് ഓൺ ആവണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിതിനാണെന്നുണ്ടെങ്കിൽ അവൾ മറന്നു വെച്ച് പോയ സാധനം തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ സെയിൻ. നിതിനാണെന്നുണ്ടെങ്കിൽ അവളെ സിനിമയ്ക്ക് വിളിക്കുന്നുണ്ട്, പക്ഷെ അവൾ പറയുന്നുണ്ട് ഞാനില്ല, എൻ്റെ മൂഡ് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്കും നിതിൻ പറയുന്നുണ്ട് എന്നാൽ ശരി, നീ ഓക്കെ ആവുന്ന സമയത്ത് പറ, നമുക്കെന്നാൽ മറ്റന്നാളോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സെയിൻ ഇതൊക്കെ കേട്ടിട്ട് സെയിനാണെങ്കിൽ ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്താണ് സാം വന്നിട്ട് സെയിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. സാം പറയുന്നുണ്ട് നിനക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ ശരി ഞാൻ ഇതിനെക്കുറിച്ചൊരു കാര്യം പറയാം, അത് കേട്ടാൽ നീ ഞെട്ടും എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് സീൻ കട്ടാക്കിയിട്ട് കൗശിനെയാണ് കാണിക്കുന്നത്. കൗശിയാണെങ്കിൽ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നിതിനും താരയും വരുന്നുണ്ട്. താര ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയേ, നീ എന്തിവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട് കുറച്ച് എയർ ശ്വസിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിതിനൊരു കോൾ വരുന്നുണ്ട്, അങ്കിൾ സാമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, പെട്ടെന്ന് വരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നിതിൻ വന്ന് പറയുന്നുണ്ട് അങ്കിൾ സാം വിളിച്ചിരുന്നു, ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ, നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് താരനോട് കൗശിനെ നോക്കാൻ വേണ്ടിയിട്ട് നിതിൻ പോകുന്നുണ്ട്. ആ സമയത്ത് താര ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പ്രശ്നം, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് പറയാനുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവരൊരു ബീച്ചിൻ്റെ സൈഡിലായിട്ട് വന്നിരിക്കുന്നുണ്ട്. കൗശിയാണെന്നുണ്ടെങ്കിൽ താരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ നിതിനെക്കുറിച്ച് എന്താ വിചാരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട് അവൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറയുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ, അല്ല അവന് നിന്നെ ഇഷ്ടമാണ് അത് നിനക്കറിയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് താര ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് കൗശി ചോദിക്കുന്നുണ്ട് നിനക്ക് സെയിനിന് ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ താര ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്കും കൗശി എടുത്ത വഴിക്ക് പറയുന്നുണ്ട് ഇഷ്ടമല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ താര ഇഷ്ടമല്ല എന്നൊരു മനസ്സോടുകൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൗശി പറയുന്നുണ്ട് അതെന്തായാലും നന്നായി, എനിക്ക് സെയിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, പക്ഷേ നീ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കൗശിയെ നിർത്തുന്നുണ്ട്. ആ സമയത്ത് താര പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ ഞാൻ കേട്ടോണ്ടെന്ന് പറയുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട് സെയിൻ ചെയ്തത് തെറ്റാണ്, ഞാനീ പറയാൻ പോകുന്നതും തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കിത് പറയാതെ പറ്റില്ല, എനിക്ക് തോന്നുന്നു എനിക്ക് സെയിനെ ഇഷ്ടമാണെന്നുള്ളത്, നിനക്ക് വല്ല കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മനസ്സിലാക്കി ഞാൻ മിണ്ടാതിരുന്നോളാം എന്ന് പറയുന്ന സമയത്ത് താര പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കല്ലെങ്കിലും അവന് ഇഷ്ടമല്ല, ഞാനും അവനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പഴയൊരു കഥയായിരുന്നു, അതെന്തായാലും പോയിട്ടുണ്ട്, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് താര മിണ്ടാതിരിക്കുന്നുണ്ട്. ആ സമയത്ത് കൗശി താരേനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഇത് സോൾവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ നിതിനാണെന്നെ അങ്കിൾ സാമിനെ കാണാൻ പോകണു എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. സെയിനും അതേപോലെ തന്നെ എവിടേക്കോ പോകുന്നുണ്ട്. അങ്കിൾ സാമാന്ന് വെച്ചിട്ട് നിതിൻ വാതിൽ തുറക്കുമ്പോൾ അവിടെ സെയിനാണ് ഇരിക്കുന്നത്. ആ സമയത്ത് നിതിൻ്റെ അടുത്ത് സെയിൻ പറയുന്നുണ്ട് സർപ്രൈസ്, അങ്കിൾ സാം അവിടെ താഴെ ബോബിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് സെയിൻ പറയുന്നുണ്ട് നമ്മളെന്നാൽ എന്തിനെ പറ്റി സംസാരിക്കാം, താരേനെക്കുറിച്ച് സംസാരിക്കണോ, താരേനോട് നിനക്കുള്ള ഇഷ്ടത്തെക്കുറിച്ച് സംസാരിക്കണോ, അതോ പൈസേനെക്കുറിച്ച് സംസാരിക്കണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിതിൻ ചോദിക്കുന്നുണ്ട് നീ എന്ത് തേങ്ങയായി പറയണേന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് നിതിൻ, നീ നല്ല ആളും ഞാൻ പൊട്ടാളും അല്ലേ, അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് സെയിൻ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനറിയാതെ നീ നടത്തുന്ന ട്രാൻസാക്ഷൻസ് അതിൻ്റെ കണക്കൊക്കെ എനിക്കറിയാം, നിനക്കെന്തിനാ അത്രത്തോളം പൈസ എന്ന് ചോദിക്കുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട് നീ നിൻ്റെ ലൈൻ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി തല്ലുകൂടാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബാക്കി എന്തുണ്ടായി എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരെ എത്തി എന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ ഹാർട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും